വെക്കേഷൻ ആണോ? എന്നാൽ പിന്നെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനകത്ത് മെയിൻ പോയിന്റ് ആണ് നമ്മുടെ സ്റ്റഡി ടേബിൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതിനകത്ത് കുറച്ച് മിനി ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്യൂട്ടായിരിക്കില്ലേ? ഇന്ന് നമുക്കൊരു മിനി സ്റ്റാർ നോക്കിയാലോ? അതിനു വേണ്ടി ഇതുപോലെ ചെറുതായിട്ട് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ അറ്റം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇതിനകത്ത് ഈ നീളമുള്ള ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കിന്റെ അവസാന ഭാഗം ഇതുപോലെ അകത്തേക്കൊന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് സ്റ്റാർ ആവണമെങ്കിൽ കുറച്ചും കൂടെ പരിപാടി ഉണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിനി സ്റ്റാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം സ്റ്റാർസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല രൂപത്തിലും ഭാവത്തിലും ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ്, ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ്. വെക്കേഷൻ ആണോ? എന്നാൽ പിന്നെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനകത്ത് മെയിൻ പോയിന്റ് ആണ് നമ്മുടെ സ്റ്റഡി ടേബിൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതിനകത്ത് കുറച്ച് മിനി ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്യൂട്ടായിരിക്കില്ലേ? ഇന്ന് നമുക്കൊരു മിനി സ്റ്റാർ നോക്കിയാലോ? അതിനു വേണ്ടി ഇതുപോലെ ചെറുതായിട്ട് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ അറ്റം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇതിനകത്ത് ഈ നീളമുള്ള ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കിന്റെ അവസാന ഭാഗം ഇതുപോലെ അകത്തേക്കൊന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് സ്റ്റാർ ആവണമെങ്കിൽ കുറച്ചും കൂടെ പരിപാടി ഉണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മിനി സ്റ്റാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം സ്റ്റാർസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല രൂപത്തിലും ഭാവത്തിലും ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ്, ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ്.